അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഫർള് നിസ്കാരം ബാങ്ക് വിളിച്ച ഉടനെ തന്നെ നിർവഹിക്കുന്നവർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ 8 നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഫർള് നിസ്കാരങ്ങളും അദാ ആയിട്ട് തന്നെ നിർവഹിക്കൽ നിർബന്ധമാണ്. ഒരു കാരണവും കൂടാതെ ഫർള് നിസ്കാരത്തെ ഖളാ ആക്കൽ വലിയ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര വലിയ തിരക്കാണെങ്കിലും ഏതു വലിയ യാത്രയിലാണെങ്കിലും ഫർദ് നിസ്കാരങ്ങളെ അതിൻ്റെ അതാത് സമയത്ത് തന്നെ നിർവഹിക്കൽ നിർബന്ധമാണ്. എന്നാൽ നമ്മൾ ഇന്ന് പറയുന്നത് അദാഇൻ്റെ സമയത്തിൽ തന്നെ അതിൻ്റെ തുടക്കത്തിൽ ബാങ്ക് വിളിച്ച ഉടനെ തന്നെ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്ന ആളുകളുണ്ട്. ബാങ്ക് കേട്ട ഉടനെ എന്ത് ജോലിയാണെങ്കിലും ആ ജോലി നിർത്തിയിട്ട്, അടുക്കള ജോലിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയാണെങ്കിൽ അങ്ങനെ, അത് അവസാനിപ്പിച്ചിട്ട് നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട്. ആ അവ്വല് വഖത്തിൽ തന്നെ നിസ്കാരം നിർവഹിക്കുന്നവർക്ക് ലഭിക്കുന്ന 8 മനോഹരമായ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അങ്ങനെ നിസ്കാരം ജീവിതത്തിൽ പകർത്തുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. അവർക്ക് വല്ലാത്ത സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരണം വരെ, ആ മരിക്കുന്ന ദിവസം പോലും നിസ്കാരം ഖളാ ആക്കാതെ ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിസ്കാരം അദാഇൻ്റെയും തുടക്കത്തിൽ ബാങ്ക് വിളിച്ച ഉടനെ തന്നെ നിർവഹിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം അസ്സലാത്തു ഫി അവ്വലി വഖ്തിഹാ മിൻ അഫ്ളലിൽ അഅമാൽ. നിസ്കാരം അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിർവഹിക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള സൽക്കർമ്മം. ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. ഹജ്ജുണ്ട്, ഉംറയുണ്ട്, നോമ്പുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. ഈ നിസ്കാരം തന്നെ അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. അഫ്ളലുൽ അഅമാലി അസ്സലാത്തു അലാ വഖ്തിഹാ. സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത്. അപ്പോൾ ബാങ്ക് വിളിച്ച ഉടനെ തന്നെ അവ്വല് വഖത്തിൽ തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം അൽ മുബാദറത്തു ഇലസ്സലാത്തി സബബുൻ ലിമഹബ്ബത്തില്ലാഹി തആല. നിസ്കാരം ബാങ്ക് വിളിച്ച ഉടനെ തന്നെ നിസ്കാരത്തിലേക്ക് പോകാൻ തിടുക്കം കൂട്ടുന്നവർ, ബാങ്ക് കൊടുത്താൽ കുറച്ച് കഴിയട്ടെ, ജോലി തീരട്ടെ, ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ, മഗ്രിബ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ, ഇശാ ബാങ്ക് കൊടുക്കുക ഇനിയും 1 മണിക്കൂറുണ്ട്, ളുഹർ ബാങ്ക് കൊടുത്തിട്ടുള്ളൂ, അസ്ർ വരെ ഒരുപാട് സമയമല്ലേ, അതിനിടയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാമല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നവരെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ബാങ്ക് കൊടുത്തിട്ട് വേണം ഈ ജോലി നിർത്തിയിട്ട് നിസ്കരിക്കാൻ പോകാൻ. അങ്ങനെ നിസ്കാരത്തെ കാത്തിരിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് പറയുന്നത്. സബബുൻ ലിമഹബ്ബത്തില്ലാഹി തആല. അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ അത് കാരണമാകും. നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ്, അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ്. ഈ അള്ളാഹുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ സ്നേഹമുണ്ടാകും. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം അസ്സലാത്തു ഫി അവ്വലി വഖ്തിഹാ സബബുൻ ലിദുഖൂലിൽ അബ്ദി ഫി ഹിഫ്ളില്ലാഹി തആല. ഒരു മനുഷ്യൻ ബാങ്ക് വിളിച്ച ഉടനെ തന്നെ വെയിറ്റ് ചെയ്യാതെ, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ ആ നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ അവനായിത്തീരുമെന്നതാണ്. ളുഹർ ബാങ്ക് കൊടുത്ത് അസ്ർ വരെ അവൻ അള്ളാഹുവിൻ്റെ സുരക്ഷയിലാണ്. എപ്പോഴാണോ അവൻ നിസ്കരിക്കുന്നത് ആ നിസ്കാരം മുതൽ അടുത്ത വഖ്ത് വരെ. അപ്പോൾ അസ്റിൻ്റെ ആ അടുത്ത സമയം വരെ വേഗിപ്പിച്ചിട്ടാണ് അവൻ ളുഹർ നിസ്കരിക്കുന്നത് എങ്കിൽ അത്രയും സമയം അവൻക്ക് അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് അവൻ മറ്റൊരു ഭാഗത്താണ്. അള്ളാഹുവിൻ്റെ സുരക്ഷ കിട്ടണമെങ്കിൽ ബാങ്ക് കൊടുത്ത് ഉടനെ നിസ്കരിക്കുക. അപ്പോൾ ആ വഖ്ത് മുതൽ അടുത്ത വഖ്ത് വരെ അവനക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ടാകും. എന്ത് വലിയ അപകടങ്ങളിൽ നിന്നും അള്ളാഹു അവനക്ക് സുരക്ഷിതത്വം നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഇനി നാലാമത്തെ കാര്യം അൽ മുഹാഫളത്തു അലാ സ്വലാത്തി ഫി അവ്വലി വഖ്തിഹാ തുകഫിറു ദുനൂബ. നമ്മൾ എന്തായാലും നിസ്കരിക്കണം.
5 വഖ്ത് ഖളാ ആകാതെ അദാ ആയ സമയത്ത് തന്നെ നിർവഹിക്കണം. എന്നാൽ അതിൻ്റെ അവ്വൽ വഖ്തിൽ തന്നെ ബാങ്ക് വിളിച്ച ഉടനെ തന്നെ അല്ലെങ്കിൽ പള്ളിയിലുള്ള നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുത്ത് തന്നെ നിസ്കരിച്ചാൽ അവനക്ക് കിട്ടുന്നത് എന്താണ്? അവൻ്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അവ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നിസ്കാരം നിർവഹിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം കണ്ടെത്തുക. യാത്രയിലാണെങ്കിൽ ഉടനെ തന്നെ പള്ളി കാണുമ്പോൾ നിർത്തി ആ നിസ്കാരത്തിൽ പങ്കെടുക്കുക. വീട്ടിലാണെങ്കിൽ, അടുക്കള ജോലിയിലാണെങ്കിൽ ആദ്യം നിസ്കാരം, പിന്നീട് ബാക്കിയുള്ള ജോലികൾ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 5-ാമത്തെ കാര്യം, അസ്സലാത്തു ഫി അവ്വലി വഖ്തിഹാ സബബുൻ ലിന്നൂരി യൗമൽ ഖിയാമ. നിസ്കാരം അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ അവ്വൽ വഖ്തിൽ തന്നെ നിർവഹിച്ചു കഴിഞ്ഞാൽ സബബുൻ ലിന്നൂരി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനക്കതൊരു പ്രകാശമായി മാറും. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബശ്ശിരിൽ മശാഇന ഫിൽ ളുലമി ബിന്നൂരിൻ താം. ഇരുട്ടിൽ നടക്കുന്ന ആളുകളോട് പൂർണ്ണമായ പ്രകാശത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഇരുട്ട് എന്ന് പറയുന്നത് രാത്രി ടോർച്ചില്ലാതെ നടക്കുന്നതിനെ കുറിച്ചല്ല. ഖിയാമത്ത് നാളിൽ ഏകാന്തനായി ആരുമില്ലാതെ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിസ്കാരം അതിൻ്റെ അവ്വൽ വഖ്തിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ സബബുൻ ലിന്നൂരി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ഭീകരമായ കൂരിരുട്ടിൽ നിന്ന് നിസ്കാരം, ആ അവ്വൽ വഖ്തിൽ നിസ്കരിച്ച നിസ്കാരം അവൻ്റെ സഹായിയായി എത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 6-ാമത്തെ കാര്യം, നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്ന 6-ാമത്തെ ഗുണം, അൽ മുബാദറത്തു ഇല സ്വലാത്തി സബബുൻ ലിദുആഇൽ മലായികത്തി, അല്ലാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ കാരണമാകും. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന, മീകായിൽ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന, അസ്റായീൽ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന, അല്ലാഹുവിൻ്റെ കോടാന കോടി മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എല്ലാ വഖ്ത് നിസ്കാരങ്ങളും ബാങ്ക് കൊടുത്ത ഉടനെ അവ്വൽ വഖ്തിൽ തന്നെ നിർവഹിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി 7-ാമത്തെ കാര്യം, അസ്സലാത്തു ഫി അവ്വലി വഖ്തിഹാ തർഫഉ ദറജാത്ത് യർഫഉല്ലാഹു ബിഹ ദറജാത്ത്. ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നിസ്കാരം നിർവഹിക്കും. അങ്ങനെ ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവനക്ക് ഉന്നതമായ പദവിയായിരിക്കും. സ്വർഗം കിട്ടുക എന്നത് മാത്രമല്ല, സ്വർഗത്തിൽ ഓരോ പദവികളുണ്ട്. വലിയ ആബിദീങ്ങളായ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾക്കൊക്കെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടും. ആ പദവി ലഭിക്കാൻ കാരണമാകണമെങ്കിൽ നിസ്കാരം നിർവഹിക്കലല്ല പറഞ്ഞത്, നിസ്കാരം അതിൻ്റെ അവ്വലു വഖ്തിൽ തന്നെ ബാങ്ക് വിളിച്ച ഉടനെ തന്നെ നിർവഹിക്കണം. എന്തായാലും നിർവഹിക്കണം, എന്തായാലും നിസ്കരിക്കണം, അത് നിർബന്ധമാണ്. എന്നാൽ ആ നിസ്കരിക്കുന്ന സമയം, ആ ബാങ്ക് വിളിക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണം? ആ അവ്വൽ വഖ്തിൽ തന്നെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദറജയെ, അവൻ്റെ പദവിയെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഇനി 8-ാമത്തെ കാര്യം, അൽ മുഹാഫളതു അല സ്വലാത്തി ഫി അവ്വലി വഖ്തിഹാ സബബുൻ ലിദുഖൂലിൽ ജന്ന. സ്വർഗം കിട്ടാൻ അത് കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അതിൻ്റെ അദാ ആയിട്ടുള്ള സമയത്ത് തന്നെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വർഗം അവനെ കാത്തിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിസ്കാരം എന്തായാലും നിർവഹിക്കണം, അത് നിർബന്ധമാണ്. എന്നാൽ ആ നിസ്കാരം നിർവഹിക്കുന്നത് അവ്വൽ വഖ്തിൽ തന്നെ. പള്ളികളിലൊക്കെ എന്തായാലും ആ കൃത്യസമയത്ത് അവ്വൽ വഖ്തിൽ തന്നെ ജമാഅത്ത് നടക്കും. ആ ജമാഅത്തിൽ പോയി പങ്കെടുത്താൽ കിട്ടുന്ന പ്രതിഫലം ഒന്ന് ആലോചിച്ചു നോക്കൂ. ജമാഅത്തിൻ്റെ പ്രതിഫലം, അതോടൊപ്പം അവ്വൽ വഖ്തിൽ നിസ്കരിക്കുന്ന പ്രതിഫലം. എല്ലാ പള്ളികളിലും ബാങ്ക് വിളിച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നിസ്കാരം ആരംഭിക്കും. അതുപോലെ പ്രിയപ്പെട്ട സഹോദരിമാർ, എത്ര വലിയ തിരക്കുകളാണെങ്കിലും ബാങ്ക് വിളിച്ചാൽ പിന്നീട് സമയം കളയാതെ ആദ്യം നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ പ്രാധാന്യം കൊടുത്താൽ നമ്മൾ ഇന്ന് പറഞ്ഞ 8 മനോഹരമായ അനുഗ്രഹങ്ങൾക്ക് അവർ കാരണക്കാരായി തീരും. നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ ഉന്നത പദവി ലഭിക്കാനുള്ള കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.